നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം വിശദീകരിക്കാനായിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാമി, ഇന്നത്തിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എൽ ഡി എഫിന് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ സമയത്തും പ്രഖ്യാപിച്ചിരുന്നത്. എം പി ഇലക്ഷനും പരിപൂർണമായിട്ടും എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്ന ചോദ്യം. വർഗീയതയില്ലാത്ത എല്ലാ പേരും ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതുപോലെ തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ശരിക്കും പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അപ്പം അതിന് നിൽക്കേണ്ട നമ്മുടെ ഓരോരുത്തരെയും ചുമതല തന്നെയാണ്. അതിന് നിലമ്പൂരിൽ മത്സരിച്ച് വരേണ്ടത് എം സ്വരാജിൻ്റെ ആവശ്യമാണ്. അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ എപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പോലും വർഗീയ വിഷയങ്ങൾ ഉണ്ടാവാത്ത ഒരു നാടായി മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ആരെങ്കിലും നിങ്ങളുമായിട്ട് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ CPM നേതാക്കൾ ആരെങ്കിലുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണനും വിജയരാഘവൻ സഖാവും ആയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുതലേ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു വരികയാണ് ഹിന്ദു മഹാസഭ. പ്രധാനപ്പെട്ട ചോദ്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് LDF നേതൃത്വം അല്ലെങ്കിൽ CPM നേതൃത്വം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നതായിരുന്നു. അത് കണ്ടിന്യൂ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ആരുമായിട്ടാണ് ആശയവിനിമയം നടത്തിയത്? LDF ആയിട്ട് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. LDF എന്ന് പറയുമ്പോൾ സഖാവും അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ഗോവിന്ദമാഷും എല്ലാ പേരുമായിട്ടും നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുള്ള തന്നെയായിരുന്നു. ഇപ്പോൾ CPM-ന്റെ PB അംഗമാണ് വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. അപ്പോൾ ആ നേതാക്കൾ, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള MV ഗോവിന്ദൻ പറയുന്നത് ഈ ഹിന്ദു മഹാസഭ ആരാണ് എനിക്കറിയില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവർ പിന്തുണ ആവശ്യപ്പെടും നിങ്ങൾ പറയുന്നത്, പക്ഷേ നിങ്ങൾ അറിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അല്ല, അതായത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വന്ന ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞും കൊണ്ട് അവിടെ ഹിമവൽ ഭദ്രാനന്ദൻ എന്ന തോക്കുസ്വാമി അവിടെ വന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പേരിൽ വന്നിട്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കി സ്ഥാനാർത്ഥിയെ നിർത്തുകയുണ്ടായി. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പിൻവലിക്കുകയുണ്ടായി. ഹിന്ദു മഹാസഭ അറിഞ്ഞിട്ടില്ല. കാരണം ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ, വോട്ടിംഗ് പിന്തുണ വേണമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും വിജയരാഘവനും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കാലം മുതലേ അത് പിന്തുടർന്ന് വന്നത് തന്നെയാണ്. അത് ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന വാദത്തെ തള്ളിക്കളയുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ വോട്ട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരാണെന്ന് അറിയില്ല, അതിപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ നടക്കുന്ന മറ്റൊരാളെ കുറിച്ച് പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, കാരണം ഹിന്ദു മഹാസഭയുടെ പേരിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അത് മറ്റ് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഹിന്ദു മഹാസഭയായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തതായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിലമ്പൂരിൽ തന്നെയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം. കാരണം ഞങ്ങളുടെ ഏതാണ്ട് 5000-ഓളം വോട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിലമ്പൂരിൽ എത്ര ശതമാനം വോട്ടുണ്ട്? 5000-ഓളം വോട്ടുകളുണ്ട്. സ്ഥാനാർത്ഥികളുണ്ട്, അത് പിന്നെ നമ്മുടെ പ്രവർത്തകരുണ്ട്, പല മേഖലയിലായിട്ട് പലരുമായിട്ട്. കാരണം ഒന്ന് നമുക്ക് ഇതിനകത്ത് ഒരു ഉദ്ദേശമുള്ള രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ വർഗീയപരമായിട്ടാണെങ്കിലും ഇതിനകത്ത് ഒരു വേർതിരിവോ ഇല്ലെങ്കിൽ ചേരിതിരിവോ ഇല്ലാത്തത് LDF-ന് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് വിജയരാഘവനുമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏത് സമയത്താണ് നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്? സമയമോ തീയതിയോ ദിവസമോ ഒക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. മിനിങ്ങാന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും എല്ലാം തെരഞ്ഞെടുപ്പുകളിൽ കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇപ്പോൾ കേരള പൊതുസമൂഹത്തിന് പൊതുവിൽ ഉയരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ഹിന്ദു മഹാസഭ BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കാരണം ഈ BJP ആയിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും BJP-ക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം LDF-നെ സംബന്ധിച്ചിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും അല്ലാതെ ആണെങ്കിൽ പോലും ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ വികസനമാണ് നാടിന് ആവശ്യം. ആ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുവരുന്നത് ശരിക്കും ഇവർ തന്നെയാണ്, LDF തന്നെയാണ്. ആ വികസനത്തിന് പിന്താങ്ങ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. വർഗീയത എന്നുള്ള സാധനം ഇപ്പോൾ വർഗീയമായിട്ട് ഒരു വിഷയങ്ങളും ഈ 10 വർഷമായിട്ട് ഒരിടത്തും വർഗീയ വിഷയങ്ങളുണ്ടായിട്ടില്ല. അതിൻ്റെ വിജയം ശരിക്കും തന്നെ LDF ഗവൺമെൻറ് തന്നെയാണ്.
അപ്പോൾ നിങ്ങളുടെ വോട്ട് വേണമെന്ന് CPM നേതൃത്വം ആവശ്യപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ നിങ്ങളെ പരസ്യമായിട്ട് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമല്ല, നേരത്തെ മുതൽ നിങ്ങളുടെ വോട്ട് വേണമെന്ന് CPM നേതൃത്വം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിച്ച് വന്നത് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ഇലക്ഷനിലും ഹിന്ദു മഹാസഭ എല്ലായിടവും 20 മണ്ഡലങ്ങളിലും ഹിന്ദു മഹാസഭയുടെ പരിപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിനകത്ത് CPM നേതൃത്വം പറയുന്നത് ഹിന്ദു മഹാസഭ ആരാണെന്ന് അറിയില്ല, തങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് CPM നേതൃത്വം പറയുന്നത്. പക്ഷേ അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPM-ന് LDF-ന് ഹിന്ദു മഹാസഭയുടെ പിന്തുണയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതൃത്വത്തിലെ ഉന്നത വ്യക്തികൾ തന്നെ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ നേതൃത്വം പറയുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.